അങ്ങനെ നമ്മുടെ കൂടെയുള്ള എല്ലാ ഷിൻജാന്മാരും ഉണ്ട് ഇവിടെ. പക്ഷെ ഒരാള് മാത്രമില്ല. അവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മാറി തെറ്റിപ്പോയ അവനെ കണ്ടുപിടിക്കേണ്ട ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് പിള്ളേരെ. എന്റെ ഷിൻജാൻ അവനും കൂടി കിട്ടിയാലുള്ളൂ ആ ബാക്കി കാണുന്ന ഈ ബാറ്റ്മാനിലേക്ക് എനിക്ക് മാറാൻ പറ്റുള്ളൂ. ഈ ബാറ്റ്മാൻ ഇപ്പൊ ഫ്രീസ് ആയിട്ട് നിൽക്കുവാണ്. ഈ ബാറ്റ്മാൻ എങ്ങനെയെങ്കിലും ചലിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് എന്റെ കൂടെയുള്ള 999 ഷിൻജാന്റെ കൂടെ ആ ഒളിച്ചോടിപ്പോയ ആ ഷിൻജാനും കൂടെ വേണം. എന്നാലേ എനിക്ക് ഫുൾ പവറായിട്ട് എനിക്ക് ഇവനെ എടുക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നമ്മൾ എന്തും ചെയ്യും. നമ്മുടെ ആർമി വളരെ സ്ട്രോങ് ആയിരിക്കും. വീഴത്തില്ല, ഞാൻ സ്ട്രോങ് ആണ്. ഇല്ലടാ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാ നീ സ്ട്രോങ് ആണോ എന്ന്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഇനി നമുക്ക് അവനെ കണ്ടുപിടിക്കേണ്ട ഉറക്കമില്ല. അവനെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ സിറ്റി ഷിൻജാൻ ആർമിയുടെ കയ്യിലാക്കാനായിട്ട് ഈ ബാറ്റ്മാനെ ഉപയോഗിച്ച്. ഓഹോ, എന്ത് നല്ല മനോഹരമായ ദിവസം, നല്ല ബീച്ച്. ഇങ്ങനത്തെ വെക്കേഷൻ ദിവസങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്ര നാളത്തെ ബിസി ലൈഫിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നിന്ന് ബീച്ചിലേക്ക് കുളിക്കാം. ഇപ്പൊ നമുക്ക് സമയങ്ങളുണ്ട് ഷിൻജാനായിട്ട് നീന്താൻ ഇറങ്ങാം. വെയിറ്റ്, നമ്മുടെ വണ്ടിയുടെ ചുറ്റും ആൾക്കാർ കൂടിയിപ്പുണ്ട്. ഷിൻജാൻ വലിയ തൊപ്പിച്ചേട്ടാ. ഷിൻജാൻ എന്താ ശല്യപ്പെടുത്തല്ലേ? ഇവിടെ കിടക്കണേ സൺബാത്ത് ചെയ്തോണ്ടിരിക്കണേ. ഞാൻ ഇപ്പഴത്തെ വേറൊരു തുണി കൂടെ ഉണ്ട്, വേണമെങ്കിൽ ഫ്രാങ്കി പോയി അവിടെ കിടന്നു. എന്നാ പിന്നെ നീന്തലിന് മുന്നേ ആയിട്ട് ഞാനും കുറച്ചേരം കിടന്നേക്കാം. വെയിലത്ത് കിടന്നൊന്ന് സെറ്റ് ആവട്ടെ സ്കിന്നൊക്കെ. ഈ വെയിലത്ത് വന്ന് കിടക്കണേ. എന്നെ പോലെ കൊടയടിയിലിരിക്കണ പൊട്ടന്മാരെ. ഒന്ന് ഇരിക്കട്ടെ. കയ്യും കാലൊക്കെ നീട്ടി വെച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കുക. അതാവുമ്പോ നല്ലോണം നീന്താൻ നേരത്ത് നല്ല പവർ കിട്ടും. നീന്താൻ വേണ്ടി പോകുമ്പോഴേക്കും എനിക്കുള്ള ലൈഫ് ജാക്കറ്റ് എടുത്തായിരുന്ന. ലൈഫ് ജാക്കറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഡിക്കിലുണ്ട്. റഷീജാനെ, എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യും. നമുക്ക് എപ്പോ വേണമെങ്കിലും ഒരു യുദ്ധം സംഭവിക്കാം നമ്മുടെ ഷിൻജാന് വേണ്ടിയിട്ട്. നമ്മുടെ ഷിൻജാനെ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ആർമിയുടെ എല്ലാ ഒരുക്കങ്ങളും സൂപ്പർ ആയിട്ട് നടപ്പുണ്ട്. എല്ലാവരും നന്നായിട്ട് പണിയെടുക്കടാ, നല്ലോണം ചെയ്യ്. ഓരോരോ കാര്യങ്ങളും നമ്മൾ എല്ലാത്തിനും വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ഹെവി വെയിറ്റ് വരെ എടുക്കുന്ന ഷിൻജാന്മാരെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് പൊക്കട. എല്ലാവരും നല്ല മസിലൊക്കെ വരട്ടെ കൈക്ക്. നല്ല മസിലൊക്കെ വന്നാലേ നമുക്ക് നല്ല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആ ഷിൻജാൻ, അവനാണ് നമ്മുടെ പവർഫുൾ ഷിൻജാൻ. അവനെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്റെ ബാറ്റ്മാന്റെ മേത്തേക്ക് എനിക്ക് എന്റെ ബോഡീനെ മാറ്റാൻ പറ്റില്ല. എനിക്ക് എന്റെ ബാറ്റ്മാനിലേക്ക് മാറിയില്ലെങ്കിൽ എനിക്ക് ലോസ് ആൻഡോസിനെ കിട്ടുകയില്ല. എന്റെ ഷാർപ്പ് ഷൂട്ടേഴ്സായ കിഡിലെ ഷിൻജാന്മാർ നല്ല പ്രാക്ടീസിലാണ്. മക്കളെ, നിങ്ങൾ തകർക്ക. എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. പെട്ടെന്നാവട്ടെ. പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ബോസ്. നമുക്ക് അവൻ എവിടെ ഉണ്ടെന്ന് കിട്ടി. ആ ഷിൻജാന്റെ ലൊക്കേഷൻ കിട്ടി ബോസ്. ഓഹോ, ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് മൈ ആർമി. അപ്പൊ നമ്മൾ ഇത്ര നാൾ കാത്തിരുന്ന ആ ടൈം എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ സമയം. ഇതിൽ നമ്മൾ നമ്മുടെ ഷിൻജാനെ തിരിച്ചു പിടിച്ച് ആ ബാറ്റ്മാൻ എനിക്ക് തിരിച്ചു പിടിക്കണം. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ടീം പെട്ടെന്ന് അവന്റെ ലൊക്കേഷനിലേക്ക് ചെല്ലൂ. അവനെ ട്രാക്ക് ചെയ്തിട്ട് അവന്റെ സ്ഥലത്ത് അവനെ നമുക്ക് പൊക്കാം. അപ്പൊ ഇനി അധികം സമയം വൈകാതെ ഞാനായിരിക്കും ഈ ലോസ് ആൻഡോസിലെ സൂപ്പർ പവർ. എന്റെ ബാറ്റ്മാന്റെ ശരീരത്തിൽ എനിക്ക് കയറാൻ പറ്റും. അപ്പൊ ഒരുപാട് ബാങ്ക് റോബറികളും കുറെ കാശും എല്ലാം എന്റെ കയ്യിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ കാണുന്ന ബ്ലാക്ക് ഷിൻജാനാണ് സൂപ്പർ പവർ ഇനി ലോസ് ആൻഡോസിന്റെ. മതിയോ ഷിൻജാനെ, ബോയെ മുങ്ങി താഴ്ത്തോട്ടു. ഇനി കടലിപ്പോ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. തന്നെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി കയറാൻ നോക്ക്. നല്ല വെയിലുമായി. എനിക്കാണെങ്കിൽ വയറ് കത്തിയിട്ട് വിശക്കാരും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയാലും കഴിച്ചാലോടെ ഷിൻജാനെ? ഫ്രാങ്ക്ലിൻ ഭായി, ഞാനതാ കൂടെ പറയാൻ നിൽക്കണായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്കാണെങ്കിൽ ബോയ് ഒന്നിന്റെ മേത്തൊന്ന് ഊരുത്താ. ഈ സാധനം മേത്ത് നിന്നിട്ട് ഒരു വട നില ഇരിക്കണ പോലെയുണ്ട്. ഈ വട ഒന്ന് ഊരി വണ്ടിയുടെ ഡിക്കിൽ വെക്ക് ഫ്രാങ്ക്ലിൻ. നീ ഒന്നും കടങ്ങി നടക്കണ ഷിൻജാനെ. പെട്ടെന്ന് വന്ന് സാധനം വെച്ചിട്ട് വേഗം പോവാ. ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കണമെന്ന്. നല്ല വെയിലും. വന്നേ എടാ, വിശക്കണ വെയിലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്റെ പൊക്കത്തെറിയണം? നിനക്ക് അകത്തൊല്ലിരുന്നപ്പോഴായിരുന്നു കയറിയിട്ട്. ഫ്രാങ്ക്ലിൻ ഭായി, ഞാനിവിടെ ഒന്നുള്ള എന്തെങ്കിലും ആവട്ടെ. വണ്ടി എടുക്കതേ ഒരു ഡോറൊക്കെ തുറന്നിടപ്പുണ്ട് വണ്ടിയുടെ. നിങ്ങൾ എന്ത് നോക്കാണ് ഇപ്പോൾ? ഒന്നല്ല 2 ഡോർ തുറന്നിടപ്പുണ്ട്. എന്താണ് ഫ്രാങ്ക്ലിൻ ഭായി ഇത്? ഷിൻജാൻ ഒന്നും മിണ്ടാണ്ടിരിക്കടാ. നമുക്ക് നേരെ പോട്ടെ. വെയിറ്റ്, നമുക്ക് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? വേണ്ട, ലെഫ്റ്റ് പോവാം. ഓക്കെ. എടാ ഷിൻജാനെ, നീ ഇവിടെ നിൽക്കുമ്പോഴേക്കും ഞാൻ ഒരു 5 മിനിറ്റിനകം തന്നെ പെട്ടെന്ന് വരാം. ഞാൻ ആ കടയിലൊന്ന് കയറേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം കയറിയിട്ട് പെട്ടെന്ന്. ഷിൻജാനെ, ഒബത്തൊന്നും കാണിക്കരുത്. ഇവിടെ തന്നെ മര്യാദക്ക് ഇരിക്കണം കേട്ടടാ ഷിൻജാനെ. നീ അടുത്ത ടെസ്റ്റ് കിട്ടാൻ പോണ കട അടച്ചേക്കണേ ആണോ എന്നൊരു ഡൗട്ട്. ഇല്ല, ആളകത്തിപ്പുണ്ടോ? ഫ്രാങ്ക്ലിൻ ഭായി പോയിട്ട് കുറെ നേരമല്ല, വന്നിട്ടില്ലല്ലോ ഇതുവരെ. ബോസ്, നമ്മുടെ ടാർഗറ്റിനെ ഫൈനലി നമ്മുടെ കൺമുമ്പിൽ കിട്ടിയിട്ടുണ്ട് ബോസ്. ഞാൻ അവന്റെ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ബോസ്. നമ്മുടെ ടാർഗറ്റ് കൺമുമ്പിൽ തന്നെ ഉണ്ട്. ഏത് നിമിഷവും ഞങ്ങൾക്ക് അവനെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു യെസ് പറഞ്ഞാൽ മാത്രം മതി. അവന്റെ കാര്യം ഞങ്ങളേറ്റ് ഇപ്പൊ തന്നെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനെ. എത്ര നേരം വെയിറ്റ് ചെയ്യണം? പുള്ളി വന്നില്ലല്ലോ. ഇത് എന്തിനാണ് കാത്തിരുന്നു? കുറച്ചേരോ അവൻ വണ്ടി 3 അടുക്കളയിൽ 4 കുളിമുറിയാക്കിയിട്ടുണ്ടാവുമോ? കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക്. പോസ്റ്റ് പോകാം. ഇത്തിരി ലേറ്റ് ആയി പോയി. സോറി ഡൗട്ടാ. വാ
ബോസ് വണ്ടി ഒരു മുമ്പോട്ട് എടുക്കണം ബോസ്. ഞങ്ങൾ അവന്റെ പുറകെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്. അവന്റെ കൂടെ ഒരു വലിയൊരാളുണ്ട്. ഓക്കെ, എന്നാ നിങ്ങൾ അവന്റെ പുറകെ പോകൂ. അവന്റെ വീടിന്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് പണ്ട് സ്പീഡ് വീഡിയോ ആണ്. കുറച്ച് പതുക്കെ വേണമെങ്കിൽ പോകാം. റോട്ടിൽ കൂടെ പറപ്പിക്കല്ലേ ഇങ്ങനെ. ഇതൊക്കെ എന്ത് പറപ്പിക്കണ ഷിൻചാനെ, നീ ഇത് ഡ്രിഫ്റ്റ് കണ്ടോ, പാളിക്കൊണ്ടു പോകും വണ്ടി. പോട്ടെ പോട്ടെ. പുറകെ തന്നെ പോട്ടെ. വഴി മാറിപ്പോയ ലൊക്കേഷൻ കിട്ടൂല. ഓ, അങ്ങനെ ഇറന്നിറത്ത ഡ്രൈവിംഗ് ശേഷം വീടെത്തിയ ഷിൻചാനെ വണ്ടി നേരെ എടുത്ത് റിവേഴ്സ് വർക്ക് ചെയ്തിട്ട് അതാ പിന്നെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോവാ. ഓക്കെ ഞാൻ ഇറങ്ങട്ടെ. എടാ നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി വാ. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട്. കമോൺ ഫാസ്റ്റ് ആവട്ടെ ഷിൻചാനെ. അവിടെ നോക്കി നിക്കല്ലേ മോനെ, വേഗം വാടാ ഒന്ന് ഷിൻചാനെ, പ്ലീസ്. 2 hours later. ഫോളോ ചെയ്ത് അവന്റെ വീടിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് പേടിക്കാനില്ല. പറ്റിയൊരു സമയം നോക്കി നമുക്ക് അവരെ അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്യാം. ഈ വീടിന്റെ കുറച്ചും കൂടി ഫോട്ടോസ് എടുക്കട്ടെ. രാത്രി ആവുമ്പോ ചിലപ്പോ ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ ആവശ്യം വരും. ഉടനടി നമ്മുടെ ആൾക്കാരോട് കൂടെ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് നമുക്ക് അവനെ കിഡ്നാപ്പ് ചെയ്യാം. ഇനി നമ്മളാകെ വെയിറ്റ് ചെയ്യേണ്ടത് വൈകുന്നേരം ആവാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് വണ്ടി എടുത്തോടാ. പോട്ടെ. മിഷൻ കിഡ്നാപ്പ് ഷിൻചാൻ. 3:28 a.m. ഇത് തന്നെയല്ലേ മക്കളെ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ? ഈ വീടാണ് തോന്നുന്നു. ഇതാ അവന്റെ വൈറ്റ് വണ്ടി കിടപ്പുണ്ട്. ഞാൻ ആ ഫോട്ടോയിൽ കണ്ട വണ്ടിയാണല്ലോ അത്. ഇറങ്ങി നോക്കട്ടെ. അതേടാ, നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റ് ആണോ മക്കളെ? ഇവിടെ തന്നെ സ്ഥലം. ഇനി അവർ ഉറങ്ങിയോ ഇല്ല എന്നുള്ള ഡൗട്ട്. ലൈറ്റൊക്കെ ഓണാണോ അവന്റെ വീട്ടില്? കുഴപ്പമില്ല, നമുക്ക് ലൈറ്റ് എന്നൊരു പ്രശ്നമല്ല. അവന്റെ ആളെ നമുക്ക് ബോധം കെടുത്തിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ ഷിൻചാനായിട്ട് പോയിരിക്കും. അപ്പൊ ഞാൻ എല്ലാരും വാ, നമുക്ക് ടൈം ഒട്ടും കളയാനില്ല മക്കളെ. നമുക്ക് എന്നിട്ട് ഇവനെ കിഡ്നാപ്പ് ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിക്കാമല്ലോ. നിങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിക്കല്ലേ. എല്ലാരും വാ. ആ കാറിന്റെ പൊക്കത്തിരിക്കണ ആ സാധനം എടുത്തോ. അതിനാവുമ്പോഴേക്കും നമുക്ക് അവനെ അതിനകത്ത് കിടത്തിക്കൊണ്ട് വരാം, ബോധം കെടുത്തിട്ട്. അപ്പൊ എല്ലാരും സെറ്റല്ലേ? അപ്പൊ നമുക്ക് കേറിയാലോ? വാ. സെറ്റാണ് ബോസ്. വാ, മുമ്പോട്ട് നടന്നോ. ബോസ് ഫ്രണ്ടിൽ പൊക്കോ. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. എന്നാലും ഓക്കെ. പക്ഷെ ഇനി നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം വെക്കാനായിട്ട്. ഈ വീട്ടില് പട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ പണി പാളും. ആ പട്ടി നമ്മളെ കടിച്ച് കീറും. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ അടുത്ത് സൂപ്പർ പവർ ചെറുതായിട്ടുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. നിങ്ങൾ എന്തായാലും പുറകെ വാടാ. അയ്യോ, ഇവിടെ പട്ടിയൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. എടാ ഒരുത്തൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. മാത്രമല്ല അതേ ഒരു കൂർക്കം വിളിക്കണം, ഒച്ച കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷിൻചാനാണോ അത്? എടാ നമ്മുടെ ഷിൻചാനാണ്. ഓ മാൻ, വാ, വിളിച്ച് എല്ലാരും വിളിക്ക്. എടാ അങ്ങോട്ട് കേറി ചെന്ന് കൊടുക്കല്ലടാ പൊട്ടന്മാരെ, പണി കിട്ടും. നിങ്ങൾ മാറി നിന്നേ. മര്യാദക്കാർ അങ്ങോട്ട് നിന്നില്ലെങ്കിൽ ഇന്ന് മേടിച്ചിരാന്ന് പറഞ്ഞ കുഴിബന്തി ഞാൻ മേടിച്ചിരല്ലോ ഒരുത്തനും. അയ്യോ ബോസ്, ചുമ്മാ ഞങ്ങൾ വിളിച്ചേക്കാം ബോസ്. ഞാൻ മിണ്ടില്ല ബോസ്, പ്ലീസ് ബോസ്. ആ ശരി, മിണ്ടാണ്ട് നിക്ക്. ഷട്ട് അപ്പ്. പതുക്കെ മെല്ലെ ഒരു പൂച്ചയെ പോലെ നമുക്ക് കേറണം. ഓക്കെ, കമോൺ, എന്റെ പുറകെ സ്ലോലി വന്നം. പതുക്കെ. അത് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കല്ലേ, അവരെണീക്കും. എണീറ്റ് ആ പുള്ളിനെ കണ്ട നമ്മുടെ പത്രട്ടി പൊക്കൊണ്ട് നമ്മളെടുത്ത് ഭിത്തിലടിക്കുക അയാള്. നിങ്ങ പതുക്കെ വാ മക്കളെ, പുറകെ കേറിപ്പോകാം. ഇനി കിടക്കണോ, എന്റെ വർഷങ്ങളുടെ പ്രയത്നമാടാ കിടക്കണത്. ഞാൻ ഇവനെ എവിടേക്ക് അന്വേഷിച്ച്, എനിക്ക് എങ്ങൊന്നും കിട്ടില്ല അവനെ. അവസാനം ഇവൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ ഷിൻചാൻ. അപ്പൊ ഇനി നമുക്ക് വേഗം പണിയിലേക്ക് കടക്കാം. ഇവനെ നമുക്ക് പൊക്കിയെടുക്കടാ. നിങ്ങൾ അകത്തോട്ട് കയറിയിട്ട് ആ സ്ട്രക്ചറിൽ കിടത്തവനെ. അയ്യോ, എന്റെ പേര് ഫ്രാങ്ക്ലിൻ. അയ്യോ, മിണ്ടല്ലേ. ഇല്ല ബോസ്, എണീറ്റിട്ടില്ല. പേടിക്കണ്ട. നമുക്ക് പണി പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് പോകാം. ആ സ്ട്രെച്ചർ എടുത്ത് അപ്പുറത്ത് കിടത്തി വെക്ക്. എന്നിട്ട് വന്ന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ രണ്ടുപേരും വാ. വന്നിട്ട് ഇവനെ പിടിച്ച് കിടത്തു. വാ. ഓക്കെ, അങ്ങനെ കിടത്തിട്ടുണ്ട്. എടാ നീ ബോധം കിടത്തണ ആ സാധനം അവന്റെ മേത് തേച്ചില്ലേ? അതൊക്കെ തേച്ച്. അപ്പൊ പേടിക്കണ്ട, അവനിങ്ങി എണീക്കൂല. ഇനി വേഗം ഒരാളെടുത്തിട്ട് അവനെ തലയെ ചുമക്ക്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഫാസ്റ്റ് ആവട്ടെ. ഇനിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവേണ്ടത്. പതുക്കെ വാടാ, ഞാൻ പഠിപ്പിച്ചതുപോലെ ഒരു പൂച്ചയെ പോലെ. ഒരു തട്ടി തെറിപ്പിക്കട. പതുക്കെ വാടാ, പതുക്കെ. നിങ്ങൾ പതുക്കെ വാ. ഈ നടക്കണ നടപ്പ് നമ്മളും നടന്നു അവിടെ എത്ര വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും. അങ്ങനെ എണീറ്റ് വന്നതിന് അറിയാല. സ്റ്റെപ്പ് ഉണ്ട്, എല്ലാരും പതുക്കെ വന്നം കേട്ടാ. 2 പേരായിട്ട് വന്നാ മതിയായിരുന്നു. ഈ 3 പേരായിട്ട് വന്നു കഴിഞ്ഞാൽ പണി പാളോന്നറിയില്ല. ഇപ്പൊ വെറുതെ നടക്കണേയുള്ള ബോസ്. മുടുക്കത്തെ വെയിറ്റ് ബോസ്. ഇവന് ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ബോസ്. ഇവൻ എന്തിരിക്കാനും ഇവൻ ഇവിടെ എന്തൊക്കെയോ നന്നായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നു. വെറുതെ അല്ല, ഇവൻ സൂപ്പർ പവറുള്ള ഷിൻചാനായത്. നല്ലോണം വെയിറ്റ് ഉണ്ട് ഇവന്. ആ ദൈവമേ, ബോധം
നാണം കെട്ട സാധനം തേച്ചോണ്ട് അവൻ എണീറ്റില്ല. എടാ നീ ബ്രേക്ക് ഡാൻസ് കളിക്കാണ്ട് ഇങ്ങോട്ട് വാടാ. അവനെ നീറ്റാ നിനക്ക് കുഴിമന്തിയിലൊന്നുമില്ല. ഇയാള് നമ്മളെ ഭിത്തിലടിക്കണം. വാട സമയമില്ല, ഇനി ഒട്ടും സമയമാണ്. വാ പോരി കമോൺ ഫാസ്റ്റ്. അവൻ ആ വണ്ടിയിൽ ഓറഞ്ച് വണ്ടിയിൽ കയറ്റി. ഓക്കെ പെർഫെക്റ്റ്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് പെട്ടെന്ന് ഈ സ്ഥലം വിടാം, നമ്മുടെ ബേസിലേക്ക് പോവാ. എടാ നമ്മുടെ ബാറ്റ്മാൻ നമുക്ക് കിട്ടൂടാ. എല്ലാരും ചിരിക്കടാ, സന്തോഷിക്കടാ. The next morning. രാവിലെ ഫ്രഷ് ആണ്. ഷിൻജാൻ അവിടെ പോയി? ഇവൻ നേരത്തെ എണീറ്റാ? ഇവൻ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോയി നടപ്പുണ്ടാവും. ഇവൻ എണീറ്റപ്പോ എന്നെ വിളിക്കായിരുന്നല്ലേ ഇവന്. ഒന്ന് വിളിക്കട്ടെ. അവനെ വിളിച്ചിട്ട് രാവിലെ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഷിൻജാനെ, എടാ ഷിൻജാനെ എവിടെടാ? സ്വിമ്മിംഗ് പൂളിനകത്താണോ? അല്ല സ്വിമ്മിംഗ് പൂളിലൊന്നുമില്ല. ഇവൻ ഇവിടെ ഒന്നും കാണാനല്ലോ. എവിടെ പോയി ഇവൻ? രാവിലെ തന്നെ അവൻ എപ്പോഴാണ് ഈ ഒളിച്ചു കളി അവൻ ഇത്തിരി കൂടുന്നുണ്ട്. അവൻ ആ സൈഡിൽ അവന്റെ ബോളും കൊണ്ട് കളിക്കണുണ്ടാവും. ഇവിടെ ഇല്ലല്ലോ. ഇതെവിടെ പോയി ഇവൻ? ഇനി ഇവൻ പറ്റിക്കാന്ന് ഇവന്റെ പരിപാടി. എനിക്ക് മനസ്സിലായി, ഇവന്റെ ഉഡായിപ്പാണ് ഇവൻ. എടാ ഷിൻജാനെ നീ എവിടെടാ? നീ ഒളിച്ചു കളിക്കണ്ട, നീ വേഗം ഇറങ്ങി വന്നോ. വീടിനകത്ത് എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ കണ്ടുപിടിക്കും. ഷിൻജാനെ നീ എവിടെയാണ് ഒളിച്ചിരിക്കണേന്ന് ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കുക. അവൻ ചിലപ്പോ പൊക്കത്തിരുന്ന് TV ഉണ്ടാവും. നമ്മ പറയണ അവൻ ചിലപ്പോ കേൾക്കണുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പാവം മിണ്ടാത്തത്. മോനെ ഷിൻജാനെ, രാവിലെ തന്നെ കാർട്ടൂൺ കാണണായിരിക്കുമല്ലോടാ ഷിൻജാനെ. എടാ കാർട്ടൂൺ, നിന്റെ കണ്ണടിച്ചു. നീ ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം കാർട്ടൂൺ കണ്ടു കഴിഞ്ഞാലേ ഇവിടെ ഇല്ലല്ലോ. ഇതെവിടെ പോയി ഇവൻ? ഇവനിത് എവിടെ പോയി? ഇവനെ ആളെ പറ്റിക്കണാണ് അല്ലെങ്കിൽ ഞാൻ പറ്റിക്കണാണ് ഇവനെ കാണാനായിട്ട് അടുക്കളയിലും ഇല്ല. ഇവൻ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പുറത്ത് നമ്മുടെ പൊക്കത്താ സൈഡിലുണ്ടാവും. അവൻ എനിക്ക് അറിഞ്ഞൂടെ. ഷിൻജാനെ പൊട്ടം കളിക്കാണ്ട് ഇറങ്ങി വാടാ. അയ്യോ ഇവിടെയും ഇല്ലല്ലോ ഇവൻ. ഒരു സ്ഥലത്തും കാണാനല്ലോ. ഇവനത് എവിടെയാ പോയത്? ഈ ചെക്കൻ രാവിലെ എന്നെ ഇങ്ങനെ പുറത്തേക്ക് വല്ലതും പോയിട്ടുണ്ടാവോ എന്നറിയില്ല. ചോപ്പിനോട് ചോദിച്ചു നോക്കാം. അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവോ അവനെ? ഈ ഭാഗത്തൊന്നും ഒരു സ്ഥലത്തും കാണാനില്ല. അപ്പൊ മനപ്പൂർവ്വം ഒളിച്ചിരിക്കണേ ആണ്. നമ്മുടെ സെക്യൂരിറ്റി റൂമിന്റെ സൈഡിലും പോയി നോക്കാമോ? അതിന്റെ വാതിലും അടച്ചിട്ടേക്കണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, പുറത്ത് വണ്ടിയിലോ ഗാരാജിലോ അവനുണ്ടാവും. വണ്ടിയിലും ഇല്ല, പണി പാളി. ഗറാജിനകത്തും ഇവൻ എവിടെയും ഇല്ലല്ലോ. പണി പാളിയോ? ഷിൻജാൻ ഇനി ഒളിച്ചോടിപ്പോയി അവൻ. ഒളിച്ചോടാനുള്ള സാധ്യതയൊന്നുമില്ല. അവനിവിടെ നല്ല സുഖമല്ലേ, പിന്നെ അവനോട് പോനാ. നമുക്ക് ചെന്ന് ചോപ്പിനോട് ചോദിച്ചു നോക്കാം. ചോപ്പേ എടാ ചോപ്പേ, നീ ഷിൻജാനെ കണ്ടായിരുന്നോ? അതോ നിന്റെ കൂടെ ഒന്ന് ഒളിച്ചിരിപ്പുണ്ടോ? ഇവിടെയും ഇല്ലല്ലോ. ഞാനവനെ കണ്ടില്ലല്ലോ. ഞാനിപ്പോ എണീറ്റ് വന്നേ ഉള്ളൂ. അവനെവിടെ പോയി എനിക്കറിയാൻ പാടില്ല. അതാണ് ചോപ്പ് ഞാൻ നോക്കണത്. അവന്റെ സ്വിമ്മിംഗ് പൂളിലും ഇല്ല. അവന് വീട് ഫുള്ള് ഞാൻ തിരഞ്ഞായിരുന്നു. അവൻ എവിടെയും കാണാനല്ലടാ ചോപ്പേ. അവൻ നീ എങ്ങോട്ടെങ്കിലും പോയി കളഞ്ഞാ? ഞാൻ ഇന്നലെ രാത്രി എന്തൊക്കെ ഒച്ച കേൾക്കാണ്ടായിരുന്നു ഇവിടുന്ന്. ഞാൻ പിന്നെ നിങ്ങളായിരിക്കും പുറത്ത് നോക്കിയില്ല. നമുക്കൊന്ന് വേണമെങ്കിൽ നമ്മുടെ CCTV നോക്കിയാലോ? നീ പറഞ്ഞത് ഐഡിയയുടെ ചോപ്പേ. നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് പൊക്കത്ത് TV ചെന്ന് CCTV നോക്കാം. ഇവനിത് എവിടെ പോയി എന്നുള്ള കാര്യം. ഇവൻ എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് വരേണ്ടതാണ്. വന്നിട്ടുമില്ല. CCTV എവിടെ? ടെൻഷനായിട്ട് ഒന്നും നോക്കാനും പറ്റുന്നില്ല. എവിടെ TV എവിടെയാ? ഓക്കെ CCTV വെച്ച നന്നായിട്ട്. ഇതേതവനാണ് ഇവൻ? ബ്ലാക്ക് ഇട്ടേ ഷിൻജാനെ പോലെയുള്ള 2-3 ഡ്രസ്സ് കിട്ടാൻ മതി. ഇവന്മാരൊക്കെ ഏതാടാ? ഷിൻജാനെ പൊക്കിക്കൊണ്ട് പോണ കുറെ എണ്ണം. ദൈവമേ, എന്റെ ഷിൻജാനെ കൊണ്ടല്ല അവന്മാരെ പോണത്. ഇവന്മാരൊക്കെ ഏതാടാ? ഇവൻ എന്തിനാണ് നമ്മുടെ ഷിൻജാനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോണത്? ഇവന്മാരേതോ അതോ ലോകം തോന്നണ്. ഇവനെ പോലത്തെ ഡ്രസ്സും ഇവനെ പോലെ തന്നെ ഇരിക്കണം. ഇത് വേറെ ഷിൻജാന്മാരാന്ന് തോന്നണ്. ഇവന്മാരെന്തിനായിരിക്കും എന്നാലും എന്റെ ഷിൻജാനെ കെട്ടണ്ട് പോയത്? ഓർത്തിട്ടൊരു പിടിയും കിട്ടണല്ല. ഈ ചെറുക്കനെ കൊണ്ട് ടെൻഷനായിട്ട് ഇനി ആരെ വിളിക്കും ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട്? ആ ചോപ്പ് ഒരു പട്ടീനെ വളർത്തുന്നതിന്റെ കാര്യമില്ല. ആ ചോപ്പ് കിടന്ന് ഉറങ്ങണമുണ്ടായിരുന്നു. അവൻ ഇന്നലെ എണീറ്റിരുന്നെങ്കിൽ, ആ ഒച്ച കേട്ട സമയത്ത് അവൻ എണീറ്റിരുന്നെങ്കിൽ ഷിൻജാനെ അവന്മാര് കൊണ്ടുപോകില്ലായിരുന്നു. ഇപ്പൊ ചോപ്പിനോട് തന്നെ ചോദിക്കാം അവനിതെന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഫോൺ എടുത്ത് നോക്കട്ടെ. ടെൻഷനായിട്ടും വയ്യ. എടാ ചോപ്പേ, നിനക്ക് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ പറ. ഞാനൊരു പട്ടിയല്ലേ. എനിക്ക് മണം പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാധനങ്ങളുടെയും പുറകെ പോകാൻ പറ്റും. നമുക്ക് അവന്റെ മണം പിടിച്ച് അവന്റെ പുറകെ പോവാ. എന്തായാലും വന്നവന്മാര് റോഡിൽ കൂടെ ആയിരിക്കില്ല പോയേക്കണത്. ഉറപ്പായിട്ട് റോഡിൽ കൂടി വണ്ടിയിലായിരിക്കില്ല പോയേക്കണത്. എനിക്ക് മണം പിടിക്കാൻ പറ്റും ഫ്രാങ്ക്ലിൻ ബോയ്. ഞാൻ അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഫ്രാങ്ക്ലിൻ ബോയ്. വാ ചോപ്പേ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നീ വാ നമുക്ക് വണ്ടി എടുത്ത് പുറത്തോട്ട് പോവാ. കുറെ പീക്കിരികളൊന്നും നമ്മുടെ ഷിൻജാനായിട്ട് എവിടെയോ പോയി. ഇവന്മാരൊക്കെ എന്താടാ റോട്ടി കിടക്കണത് അവിടെ? ഇങ്ങ് വന്നട ചോപ്പേ, നീ വന്നേ. എന്തോ സാധനം റോട്ടി കിടക്കണ്ട ചോപ്പേ. ഇതെന്താ സംഭവം? ഇതെന്തോ സ്ട്രക്ചർ? ഇതല്ല
ഇതല്ലടാ നമ്മൾ ആ CCTV ഇപ്പൊ കണ്ടത്. എടാ ചോപ്പേ, നീ എനിക്ക് തോന്നണം അവന്മാര് അവനെ കൊണ്ടുപോയപ്പോ ഈ സാധനം ഇത് വിട്ടിട്ട് മറന്നുപോയി തോന്നുന്നു. നീ ഒന്ന് ഇതിന്റെ മണം പിടിച്ചു നോക്കണ ചോപ്പേ, നിനക്ക് ഉറപ്പായിട്ട് ഇതിന്ന് നമ്മുടെ ഷിൻചാന്റെ മണം കിട്ടും. ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്ക് ചെറുതായിട്ടല്ല നന്നായിട്ട് നമ്മുടെ ഷിൻചാന്റെ മണം ഇതിനകത്തുണ്ട് ഫ്രാങ്ക്ലിൻ ഭായ്. ഞാൻ ഇത് തന്നെ ഇതിലാണ് അവനെ കിടത്തിക്കൊണ്ടുപോയത്. ഉറപ്പാണ് ഫ്രാങ്ക്ലിൻ ഭായ്. ബാബു, നമുക്കൊരു കാര്യം ചെയ്യാം ഫ്രാങ്ക്ലിൻ ഭായ്. ഞാൻ ആ വണ്ടിയുടെ പൊക്കത്ത് കയറാം. ഫ്രാങ്ക്ലിൻ ഭായ് വണ്ടി ചവിട്ടി വിട്. ഫ്രാങ്ക്ലിൻ ഭായ്, കിട്ടി 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 ഫ്രാങ്ക്ലിൻ ഭായ്. കിട്ടിയടാ, നിനക്ക് മണം കിട്ടിയടാ ചോപ്പേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് വേഗം പോവാം. നമ്മുടെ ഷിൻചാൻ അവന്മാർ എന്തെങ്കിലും ചെയ്യണതിന് മുന്നേ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അവന്മാരെ കീഴ്പ്പെടുത്തിയിട്ട് നമ്മുടെ ഷിൻചാൻ ചോപ്പയെ പിടിച്ചെന്ന മോനെ നൊത്തിവിടാൻ പോണാണ്. നീ വഴി പറഞ്ഞു തന്നെ. ഓക്കെ, നീ അവിടെ അനങ്ങാണ്ട് കിടക്കടാ. നീ ഇപ്പൊ എന്റെ കയ്യിലാണ് ഷിൻചാനെ. എന്നെ ഇവിടെ പിടിച്ചിട്ട് വന്നേക്കണം. നിങ്ങളൊക്കെ ആരാണ്? ഇത് എന്നെ പോലത്തെ കുറെ എണ്ണം നിൽപ്പുണ്ടല്ലേ. നിന്നെ ഞങ്ങള് തട്ടിക്കൊണ്ട് വന്നേക്കോടാ. എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നീ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയവനാടാ. നിന്നെ എന്റെ കയ്യിൽ കിട്ടാനായിട്ട് വർഷങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് എന്റെ കയ്യിൽ കിട്ടിയത്. ഇനി ഞങ്ങൾ നിന്നെ വിടില്ല. എന്റെ ബാറ്റ്മാനിലേക്ക് എനിക്ക് കേറണമടാ നിന്നെ വെച്ചിട്ട്. എടാ ചോപ്പേ, ഇവിടം വരെ നീ കറക്റ്റായിട്ട് വഴി പറഞ്ഞ. എനിക്കറിയില്ല നീ എവിടെയാണ് എന്നെ കൊണ്ടെത്തിച്ചേക്കണത്. ഏതാ സ്ഥലം? എടാ നമ്മുടെ ഷിൻചാൻ ഇവിടെ ഉണ്ടാവും നിനക്ക് വല്ല ഉറപ്പുണ്ടോ ചോപ്പേ? ഫ്രാങ്കിൻ ഭായ്, എനിക്ക് ഇതുവരെ ഉറപ്പാണ് ഫ്രാങ്കിൻ ഭായ്. ഇവിടെ വരെ അവന്റെ മണമുണ്ട്. നമ്മുടെ ഷിൻചാന്റെ മണം എനിക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പടെ ചോപ്പ നീ പറയണെന്ന് വെച്ചാൽ ഈ ഭാഗത്തെ അവിടെ അവനുണ്ടെന്നല്ലേ? അപ്പൊ നമ്മൾ ഇനി എങ്ങോട്ട് പോകും? ഇവിടെയൊക്കെ മൊത്തം ഫാക്ടറിയും ഗോഡൌണൊക്കെ ആണല്ലോടാ. ഇവിടേക്കാണ് അവനെ കൊണ്ടുവന്ന് അവന്മാര് കെട്ടിയിട്ടേക്കണത്. എനിക്കറിയാൻ പാടില്ല ഇത് എന്തിനാണ് അവനെ തട്ടിക്കൊണ്ട് പോയെന്ന് പോലും. നീ എന്തായാലും ഞാൻ വണ്ടി എടുക്കട്ടെ, നമുക്ക് ഒന്നും കൂടെ അപ്പുറത്തെ മാറി നോക്കാം. നീ ഒന്നും കൂടെ നന്നായിട്ട് മണം പിടിച്ചോടാ ചോപ്പേ. ഫാസ്റ്റ് ഫാസ്റ്റ്. ഇനി നിന്നെ ഇവിടെ രക്ഷിക്കാനായിട്ട് ആരും വരലടാ ഷിൻചാനെ. അത് നിനക്ക് തോന്നണടാ. എന്റെ ഫ്രാങ്ക്ലിൻ ഭായ് ഉറപ്പായിട്ട് വരണം എന്നെ രക്ഷിക്കാനായിട്ട്. നിന്റെയൊക്കെ കാര്യം തീർന്നടാ. Yo, everybody in the house, see the boys are down. Moving close together just to catch that killer. Make no mistake, this is no thriller. Time on to the pain till they get him slain. We're talking to sing the story about the four real brothers. Brothers, 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 brothers. നീ തീർന്നടാ ബ്ലാക്ക് ഷിൻചാനെ. ഇയാളെങ്ങനെ നമ്മുടെ താവളം കണ്ടുപിടിച്ച്? ഒരാളും അനങ്ങിപ്പോരുത്. നീയൊക്കെ ഏതാടാ കുരുട്ടിടക്കുകളെ? നീയൊക്കെ ഷിൻചാനെ പോലെ ഡ്രസ് കൊണ്ട് നടക്കണ്. നീ എന്റെ ഷിൻചാനെ തട്ടിക്കൊണ്ടല്ലോടാ ബ്ലാക്ക് ഷിൻചാനെ. ഓടാ, നിക്കടാ അവിടെ നിക്കടാ നീ. ഫ്രാങ്ക്ലിൻ ഭായ് രക്ഷിക്ക് ഫ്രാങ്ക്ലിൻ ഭായ്. ഏതോമാരൊക്കെ എന്നെ തട്ടിക്കൊണ്ടുപോയി ഫ്രാങ്ക്ലിൻ ഭായ്. ഞാനൊന്നും അറിഞ്ഞില്ല. ഇല്ലടാ ഷിൻചാനെ, ഒന്നുമില്ല. നീ പേടിക്കണ്ട. നീ എന്താടാ ബ്ലാക്ക് ഷിൻചാനെ കൂട്ടത്തിന്റെ ഇടക്കോട്ട് കയറി പോണം. നീ മര്യാദക്കവിടെ നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ വെടിവെച്ചിടും. വെടിവെക്കണല്ലേ, ഇത് കരണ്ടടിപ്പിക്കണ ഗണ്ണാടാ. നിന്നെ കരടാ, നിക്കടാ, ഓടലടാ. നീ എന്റെ ഷിൻചാനെ പിടിച്ചോണ്ട് പോലടാ ഗ്യാങ് ആയിട്ട് വന്നിട്ട്. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് നിക്കടാ അവിടെ. ഇത് ഏതോടാ ഓടുന്നത്? ഇതൊക്കെ ആരാടാ? നീയൊക്കെ ആരാടാ? അയ്യോ ചേട്ടാ, ഒന്നും ചെയ്യല്ലേ. ചുമ്മാ പറ്റിപ്പോയതാണ്, തെറ്റുപറ്റി. എന്നെ കരണ്ടടിപ്പിക്കരുത് ചേട്ടാ. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇവനൊക്കെ ഏതാടാ? നീയും ആരും അനങ്ങരുത്. ഓട്. അതുവഴി ഓടിക്കോ, വെള്ളത്തിൽ ചാടിക്കോ, നീന്തിപ്പൊക്കോ, അടുത്ത രാജ്യത്ത് പോയി കയറിക്കോ. ഇനി നിന്നെ ഇവിടെ ലോസ് ആന്റോസിൽ കണ്ടുപോരുത്. നിന്റെ കൂട്ടുകാരന്മാരെന്താണ് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കണത്? എല്ലാത്തിനും ഞാൻ പറഞ്ഞു. ഞാൻ എടാ ഷിൻചാൻ എണീക്ക്, വാ വീട്ടിൽ വാ. ഇവന്മാരൊന്നും അനങ്ങൂല. ഒറ്റൊരുത്തിന് അനങ്ങി പോരുത്. അനങ്ങി അപ്പ എല്ലാതെ ഞാൻ കരണ്ടടിപ്പിച്ചോളാം. അനങ്ങാണ്ടിക്കടാ. എന്റെ പൊന്നോ ചോപ്പേ, നിന്റെ കഴിവ് സമ്മതിച്ച് കേരള നമുക്ക് ഈ സ്ഥലം വിടാം. ഇവന്മാരും ശരിയല്ല, ഈ സ്ഥലവും ശരിയല്ല. വേഗം പോകാം. വണ്ടി പറപ്പിച്ച് വിട്ടോ ഫ്രാങ്ക്ലിൻ ഭായ്. നിർത്തല്ലേ, ഇവന്മാർ ഓടിച്ചിട്ട് വിളിക്കും ഫ്രാങ്ക്ലിൻ ഭായ്. വണ്ടി ഇടിച്ച് അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ് നൊത്തിക്കോ ഫ്രാങ്ക്ലിൻ ഭായ്. ഓ, എന്തൊക്കെയാണ് ഷിൻചാൻ ഇവിടെ നടക്കണം? നിന്നെ ആരോട് തട്ടിക്കൊണ്ടുപോയത്? നീ വലിയ ഗുണ്ടാത്തരവും വല്ലാണോ ഷിൻചാനെ? എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ഭായ്, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ കണ്ടു വന്നപ്പോ ഇവിടെ ആയിരുന്നു. എന്തായാലും ഇപ്പൊ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. ചോപ്പിന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കൂലായിരുന്നു. വാ വണ്ടി കയറി, നമുക്ക് വീട്ടിൽ പോവാ. ഇനി വല്ലോടത്തും പോയി മിണ്ടാണ്ടിരിക്കുക. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാനാട്ടോ ഇന്നത്തെ ഹീറോ. അതെടാ ചോപ്പേ, നീയാണ് ഹീറോ. നീ തന്നെയാണ് റിയൽ ഹീറോ. അപ്പൊ നമ്മള് വേഗം വീട്ടിലേക്ക്.